to our plus 2 zoology class. Today we are going to learn a new chapter from our plus 2 zoology, that is reproductive health. എന്താണ് reproduction എന്നുള്ളത് നമുക്കറിയാം. Reproduction means the organisms produce their young ones. Organisms അവരുടെ young onesനെ produce ചെയ്യുന്നതിനെയാണ് നമ്മൾ reproduction എന്ന് പറയുക. And ആ reproduction രണ്ട് ടൈപ്പിലുണ്ടല്ലോ. ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനും അതേപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷനും. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വരിക? നമ്മൾ വരുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലായിരിക്കും അല്ലേ? കാരണം നമ്മൾ സെക്ഷലി ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇങ്ങനെയൊക്കെ വരുന്നതിനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ ഇതിൽ വരുന്ന കുറേ പ്രോബ്ലംസ്, സ്ട്രാറ്റജീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഹെൽത്ത് എന്ന് നമുക്കറിയാം. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് അല്ലേ? അതായത് ഫിസിക്കൽ ആവാം, സോഷ്യൽ ആവാം, ഇമോഷണൽ ആവാം, എല്ലാ രീതിയിലും നമ്മൾ ഫിറ്റ് ആയിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കി നോക്കൂ. ഇത് നമ്മുടെ WHO കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് a total well-being in all aspects of reproduction. റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിലും നമ്മൾ എന്തായിരിക്കണം? വെൽബീയിങ് ആയിരിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് എന്താ പറയുക? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. സോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് the total well-being in all aspects of reproduction. The total well-being in all aspects of reproduction. ഇതിൽ തന്നെ ഓൾ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫിസിക്കൽ ആസ്പെക്ട്സ്, അതായത് ഫിസിക്കലി നമ്മളെല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കണം. അതേപോലെ തന്നെ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം അല്ലെ? ഇമോഷണലി നമ്മൾ ഓക്കെ ആയിരിക്കണം. ബിഹേവിയറൽ, അതേപോലെ തന്നെ സോഷ്യൽ, ഇങ്ങനെ ഏത് ആസ്പെക്ട്സിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന, റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിരിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് എന്തെന്ന് പറയുക? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ WHO കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ നമ്മൾ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിത്ത് നോർമൽ ഫങ്ഷൻ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ അതൊക്കെ നോർമലി എന്ത് ചെയ്യണം? ഫങ്ഷൻ ചെയ്യണം. സോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിത്ത് നോർമൽ ഫങ്ഷൻ. നോർമലി ഫങ്ഷൻ ചെയ്യുന്ന ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയാം. പക്ഷെ ഇത് നമ്മുടെ WHO കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസും അതേപോലെ തന്നെ സ്ട്രാറ്റജീസും ആണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. ആ പ്രോബ്ലംസിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതാണ് സ്ട്രാറ്റജീസിലൂടെ പറയുന്നത്. സോ ഇതിൽ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയാണ് വേൾഡിൽ തന്നെ ഫസ്റ്റ് കൺട്രി ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള, നാഷണൽ ലെവലിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ഇന്ത്യയാണ്. സോ we can say that India is the first country initiate an action plan to attain total reproductive health as social goal. Total ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം ആൾക്കാരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ ഗോളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയ, നാഷണൽ ലെവലിൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയ ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ ഇന്ത്യയാണ്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി എന്തൊക്കെയാണ് ഇതിൽ വരുന്ന പ്രോഗ്രാംസ്? അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യ ആണ് ആ ഒരു ഫസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന പ്രോഗ്രാംസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. സോ അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമാണ്. നമ്മളൊരു സ്ലോഗൻ കേട്ടിട്ടുണ്ട്, ഹം ദോ ഹമാരെ ദോ, നാം രണ്ട് നമുക്ക് രണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും മാക്സിമം ഒരു 2 കുട്ടി എന്നുള്ള രീതിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. എല്ലാ ആൾക്കാരും ഏകദേശം ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ എന്തോരം കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? പോപ്പുലേഷൻ കൂടും.
പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക, നമുക്ക് മീറ്റ് ചെയ്യേണ്ടതൊക്കെ ഒരുവിധം എല്ലാവരുടെയും ഗോൾസ് എന്ന് പറയുന്നത്, അവരുടെ നീഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ അവിടെ കോമ്പറ്റീഷൻസ് കൂടും. അവരെല്ലാം മീറ്റ് ചെയ്യാനുള്ള, അവരുടെ എല്ലാം നീഡ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് നമുക്ക് ഇല്ലാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതാണ് ആ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൊണ്ട് ഉണ്ടാവുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അതിൽ വരുന്ന, അതായത് നമ്മളുടെ ആക്ഷൻ പ്ലാനിൽ വരുന്ന ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതാണ്, ഒന്ന് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം. അത് സ്റ്റാർട്ട് ചെയ്തത് 1951 ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ഏതിയല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, 1951 ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ചും കൂടി എന്താ പറയാ, ഈ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹം ദോ ഹമാരെ ദോ എന്ന് പറയുന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താവും, മാക്സിമം ചെറിയ ഫാമിലി ആണെങ്കിൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കപ്പിളിന് ഒരു 5 or 10 കുട്ടികളൊക്കെ ഉണ്ടായി, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ, ഒരു നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരൻസിന്റെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് 5 മക്കൾ 6 മക്കൾ 10 മക്കൾ അങ്ങനെ കുറേ മക്കൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, പോപ്പുലേഷൻ കൂടി അല്ലേ. അപ്പോൾ അതിന് പകരം ആ ഒരു പ്രോബ്ലം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒന്നാണ് ഇത് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം. അത് സ്റ്റാർട്ട് ചെയ്തത് 1951 ഈ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം നമ്മൾ ആദ്യം ഇന്ത്യയിലാണ്, പക്ഷെ അത് ഒന്നും കൂടി കൂടുതൽ പോപ്പുലേഷൻ കൂടുതലുള്ള റീജിയനിലേക്ക് എക്സ്പാൻഡ് ചെയ്തപ്പോൾ അതിന്റെ പേര് മാറി. സാധനം എന്തായി, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ഒന്നും കൂടെ നമ്മൾ കുറെ കൂടി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് സ്പ്രെഡ് ചെയ്തപ്പോൾ അത് ആ ഒരു പ്രോഗ്രാം, അതിന്റെ പേര് എന്താണ്, പിന്നീട് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്നാണ്. അപ്പൊ 2 പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞു, ഒന്ന് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമും അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, RCH, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, RCH. ഇത് ഫുൾ ഫോം ചോദിക്കാറുണ്ട്. RCHന്റെ ഫുൾ ഫോം എന്താണ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഓക്കെ, ഇനി പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ വരുന്ന, അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വൺ ഓഫ് ദി മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർ പോപ്പുലേഷൻ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓവർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. സോ അതാണ് ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഏർലി മാരേജ്. നേരത്തെ തന്നെ എന്ത് ചെയ്യാം, കുട്ടികളെ കല്യാണം കഴിച്ചു വിടാം. ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഒരു പ്രായപൂർത്തിയായി അപ്പൊ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, കല്യാണം കഴിച്ചു. പണ്ട് കാലത്ത് അതുപോലും ആവാനുള്ള ഒരു സമയം കൊടുത്തിരുന്നില്ല, അപ്പോഴേക്കും എന്തിരുന്നു, കല്യാണം കഴിച്ചു വിട്ടിരുന്നു അല്ലെ. അപ്പൊ ഏർലി മാരേജ് കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഏർലി മാരേജ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് ആദ്യത്തെ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അവരെന്താവും, അല്ല 1 വർഷമൊക്കെ ആകുമ്പോഴേക്കും അവർ പ്രഗ്നൻ്റ് ആയി ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ 2 or 3 കുട്ടികളുടെയൊക്കെ അമ്മയായിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ അതിനുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ആ ഒരു ഹെൽത്ത് ആ ഒരു ടൈമിൽ ആ കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല. എല്ലാവരുടെ കേസും ഒരേപോലെ അല്ല, ഡിപ്പെൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒന്നുകിൽ കുട്ടി മരിക്കാനുള്ള സാധ്യത, അതേപോലെ തന്നെ അമ്മ മരിക്കാനുള്ള സാധ്യത, അങ്ങനെ ഈ റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഏർലി മാരേജ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് STDs ആണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസിനെയാണ് എന്തെന്ന് പറയാം, STDs അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയാം. ഇതിനെ വിനാറിയൽ ഡിസീസ് എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത് അതൊരു പക്ഷേ ബാക്ടീരിയൽ ഡിസീസസ് ആവാം, അല്ലെങ്കിൽ ഫംഗസ് കാരണം ഉണ്ടാകാം, വൈറൽ ഡിസീസസ് ആവാം. ഇങ്ങനെ ഒരുപാട് ഡിസീസസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. അപ്പോൾ സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ ഇങ്ങനെയുള്ള ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്തിട്ട് വരും. റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് മോർട്ടാലിറ്റി റേറ്റ് ആണ്. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണനിരക്ക് അല്ലെ. അപ്പോൾ ഇത് ഏർലി മാരേജ് നടക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് MMR-ഉം അതേപോലെ തന്നെ IMR-ഉം ആണ്. MMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, IMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇപ്പോൾ ഏർലി മാരേജ് ഒക്കെ നടന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ
പ്രഗ്നൻസിനോട് കോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല, ആ ഫീമെയിലിന്റെ ബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത പ്രഗ്നൻസി അത് കഴിയുമ്പോഴേക്കും അടുത്തത് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും, ഒരു പക്ഷേ അമ്മമാര് മരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് MMR അതേപോലെ തന്നെ IMR എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പുവർ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ, മെറ്റേണൽ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലായിട്ട് മാറുക. ഇതൊക്കെയാണ് എന്ത്, നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോബ്ലംസിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ സ്ട്രാറ്റജീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ആണ്. ഈ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒന്ന് എന്തായിരിക്കും, ക്രിയേറ്റ് അവയർനെസ് അമംഗ് പീപ്പിൾ അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചിട്ട്, ഇതേപോലെ തന്നെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ കുറിച്ചിട്ട്, ഇങ്ങനെയുള്ള റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിനെയും കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിന്റെ ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് അവയർനെസ് അമംഗ് പീപ്പിൾ അബൌട്ട് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ്. രണ്ടാമത്തെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട്സ് ടു ബിൽഡിംഗ് അപ്പ് എ ഹെൽത്തി റീപ്രൊഡക്റ്റീവ് സൊസൈറ്റി. ഒരു ഹെൽത്തി ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ വേണ്ടത്, എന്തൊക്കെ സപ്പോർട്ട്സ് ആണോ വേണ്ടത്, ആ സപ്പോർട്ട്സും ഫെസിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം. ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1951ലാണ്. ഇതിന് മെയിൻ ആയിട്ട് രണ്ട് എയിംസ് ആണ്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഒന്ന്, ക്രിയേറ്റ് അവയർനെസ് അമംഗ് പീപ്പിൾ അബൌട്ട് സെക്സ് റിലേറ്റഡ് ഓർ സെക്സ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്സ്. രണ്ടാമത്തത് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട്സ് ടു ബിൽഡിംഗ് അപ്പ് എ ഹെൽത്തി റീപ്രൊഡക്റ്റീവ് സൊസൈറ്റി. ഒരു ഹെൽത്തി ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സൊസൈറ്റിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ജനറൽ അവയർനെസ്. ഒരു ജനറൽ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കുക. ജനറൽ അവയർനെസ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റും അതേപോലെ തന്നെ നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, NGOs നമ്മൾ പറയും. അവരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇതേപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പീപ്പിൾസിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊരു പക്ഷേ പ്രിന്റഡ് മീഡിയാസ് വഴിയായിരിക്കാം അല്ലെങ്കിൽ വീഡിയോസ് വഴിയായിരിക്കാം അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നുമുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്താണ് പറഞ്ഞത്, ക്രിയേറ്റ് or the government and non-government take steps to create awareness about sex related aspects. Sex related ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് ഗവൺമെന്റും അതേപോലെ തന്നെ NGOസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പീപ്പിൾസിലേക്ക് അവയർനെസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. സ്കൂൾസിലെ സെക്സ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്കൂൾ ലെവലിൽ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് ഒരുപാട് മിത്സും മിസ്കൺസെപ്റ്റ്സും ഉണ്ട്. അപ്പൊ കുട്ടികളാവുമ്പോൾ അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് നടക്കുന്നതും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്ന മിത്തും അതേപോലെ തന്നെ കുറെ മിസ്കൺസെപ്റ്റ്സും അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ, അതൊക്കെ ഇല്ലാണ്ടാക്കാൻ എന്തുകൊണ്ട് സാധിക്കും, ഈ ഒരു സ്കൂൾസിലെ സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ, അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ ആൾക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ ഫീമെയിൽസിന് മെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് അറിയാനും, മെയിൽസിന് ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എങ്ങനെയാണ് ഇങ്ങനെ അറിയാനും എന്തുകൊണ്ട് പറ്റും, ഈ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ ഉണ്ടാവുന്ന സെക്സ് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും.
ഇനി ഇത് കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഓർഗൻസിനെ കുറിച്ചിട്ട് മാത്രമല്ല, ഇപ്പൊ നമ്മൾ അഡോളസൻസ് സ്റ്റേജസ് ഉണ്ടായിരിക്കും അല്ലേ, ഈ അഡോളസൻസ് പീരീഡിൽ മെയിൽസിലും ഫീമെയിൽസിലും ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. കുറേ പേർക്ക് ആ ഒരു അഡോളസൻസ് പീരീഡിൽ നമ്മളുടെ മൂഡ് സ്വിങ്സ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ചേഞ്ചസ് ആണ് നമുക്ക് അഡോളസൻസ് പീരീഡിൽ, ടീനേജേഴ്സ് ആണല്ലേ അല്ലെ, അപ്പോൾ ആ ഒരു പീരീഡിൽ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അവയർനെസ് നമുക്ക് സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഇനി സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസ്. സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ ഫീമെയിൽസിലൊക്കെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് അല്ലെ, ഒരു 9 to 11 ഇയേഴ്സിനുള്ളിൽ മെൻസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ മെൻസ്ട്രൽ പീരീഡിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ട, ഹൈജീനിക് ആവേണ്ട അതിന്റെ ആവശ്യകത, എങ്ങനെ ഹൈജീനിക് ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സ്കൂളുകളിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഇനി STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ചിട്ട്. എന്താണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, എങ്ങനെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ട്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കുട്ടികളിലേക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ ഈ സ്കൂളുകളിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സെക്സ് എഡ്യൂക്കേഷനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫാമിലി വെൽഫെയർ ഇൻഫോർമേഷൻ. ഫാമിലി വെൽഫെയർ ഇൻഫോർമേഷൻ. ഈ ഫാമിലി വെൽഫെയർ ഇൻഫോർമേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള കപ്പിൾസ് അല്ലെ, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള അല്ലെങ്കിൽ മാരേജബിൾ ഏജിലുള്ള ഗ്രൂപ്പ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. അതിപ്പോൾ ഒന്നുകിൽ മാരേജബിൾ ഏജ് അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ കപ്പിൾസ് ആവാം, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള കപ്പിൾസ് ആയിരിക്കാം. അവർക്കൊക്കെ ഈ ഫാമിലി പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അതിനുള്ള കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഫാമിലി വെൽഫെയർ ഇൻഫോർമേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ എഡ്യൂക്കേറ്റ് കപ്പിൾ ഓഫ് മാരേജബിൾ ഏജ് ഗ്രൂപ്പ് അബൌട്ട് എന്തിനൊക്കെ കുറിച്ചിട്ട്, ഒന്ന് ബർത്ത് കൺട്രോൾ, ഒന്ന് എന്തിനെ കുറിച്ചിട്ടാണ്, ബർത്ത് കൺട്രോളിനെ കുറിച്ചിട്ട്, ഒരു സ്മോൾ ഫാമിലി ആവുന്നതിനെ കുറിച്ചിട്ടും, അതേപോലെ തന്നെ കൂടുതൽ മെമ്പേഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ പറയാ. ബർത്ത് കൺട്രോൾസിനെ കുറിച്ചിട്ട് പറയാ, ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ കുറിച്ചിട്ട്, അതായത് ഏതൊക്കെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. 2, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പോസ്റ്റ് നേറ്റൽ കെയറും അതേപോലെ തന്നെ മദറിന്റെയും ചൈൽഡിന്റെയും പ്രോപ്പർ കെയറും എങ്ങനെയായിരിക്കണം, അതേപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ്. അതായത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ആൺകുട്ടികളോടായിരിക്കും കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ പെൺപിള്ളേരോടായിരിക്കും കൂടുതൽ താല്പര്യം. ഇപ്പോൾ ഇൻ കേസ് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടീനെ അബോർട്ട് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, രണ്ടുപേരും തുല്യരാണ് എന്നുള്ള രീതിയിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ അവയർനെസ്, അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ഫാമിലി വെൽഫെയർ ഇൻഫോർമേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവൈലബിൾ ആയിട്ടുള്ള ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ്, ഏതൊക്കെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പ്രഗ്നന്റ് വുമണിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്, അതേപോലെ തന്നെ പോസ്റ്റ് നാറ്റൽ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ്, ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ്, equal importance or equal opportunities for male and female child. Okay, ഇതാണ് ഏതിൽ പറയുന്നത്, ഫാമിലി വെൽഫെയർ എന്നുള്ള ആ ഒരു ഭാഗത്ത് പറയുന്നത്. അഞ്ചാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് സെക്സ് അബ്യൂസ് ആൻഡ് സെക്സ് റിലേറ്റഡ് ക്രൈംസ്. സെക്സ് അബ്യൂസിനെ കുറിച്ചിട്ടും സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ ഉണ്ടാക്കുക. അതായത് എന്തുകൊണ്ടാണ് ഈ സെക്സ് അബ്യൂസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ഉണ്ടാകുന്നത്, അപ്പൊ അതിന്റെ മെയിൻ റീസൺസ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ ചില ആൾക്കാരുടെ മെന്റാലിറ്റി ശരിയാവുന്നില്ല, പ്രോപ്പറായിട്ട് നമുക്കറിയില്ലല്ലോ ഇന്ന ആൾക്ക് ഇന്ന മെന്റാലിറ്റി ആണെന്നൊന്നും നമുക്കറിയണമെന്നില്ല. പക്ഷെ ഒരു പ്രോപ്പർ ഏജ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പലർക്കും എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് അറിയാം എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ്, ഇങ്ങനെ ഒരു സെക്ഷലി അബ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കുന്നത് വഴി ഒരു പരിധി വരെ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനും നമുക്കവിടെ സാധിക്കും. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സ്ട്രാറ്റജീസിൽ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു,
ഫസ്റ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ പറഞ്ഞത് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ക്രിയേറ്റ് ജനറൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക. സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസിൽ സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഫാമിലി വെൽഫെയർ ഇൻഫർമേഷൻസ്, ഫാമിലിയിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതായത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്, അതേപോലെ തന്നെ ചൈൽഡിനെ കെയർ ചെയ്യുക, പോസ്റ്റ് നേറ്റൽ കെയർ, അതേപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കപ്പിൾസിന് അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കപ്പിൾസിന് ഷെയർ ചെയ്യുക. പിന്നെന്താ, പ്രിവെൻഷൻ ഓഫ് സെക്സ് അബ്യൂസ് ആൻഡ് സെക്സ് റിലേറ്റഡ് ക്രൈംസ്. ഇത്രയുമാണ് സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസിനുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മളുടെ ടോപ്പിക്കാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പോപ്പുലേഷൻ എക്സ്പ്ലോഷന് നമ്മളൊരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നത്, ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അതായത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ പോപ്പുലേഷൻ വല്ലാണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ചെറിയ ഇൻക്രീസ് ഒന്നല്ല, ഹൈപ്പറായിട്ട് ഓവറായിട്ട് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യും. ഒരു ചെറിയ സമയത്തിനുള്ളിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് ഒരു AD 1900 അതായത് AD 1900 എന്താണ് ഉണ്ടാവുന്നത്, ഒരു 2 ബില്യൺ ആണ് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2 ബില്യൺ ആയിരുന്നു. പക്ഷേ അത് 2000 2000 ആയപ്പോഴേക്കും എന്തായി, അത് 6 ബില്യൺ ആയിട്ട് മാറി. അതായത് അത്രത്തോളം എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. ഒരു 100 വർഷത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റമായിരിക്കും, എത്ര ലെവലിലാണ് ആ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തത്, അത്രയും ഹൈപ്പർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസിന്റെ ടൈമില് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഒരു ടൈമിൽ 1945-ലൊക്കെ 47-ലൊക്കെ നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 350 മില്യൺ ആയിരുന്നു. 350 മില്യൺ ആയിരുന്നു നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് 2000 AD ആവുമ്പോഴേക്കും എത്രയായി മാറി നോക്കൂ, 1 ബില്യൺ ആയിട്ട് മാറി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ ഒരു 6 വരെ എണ്ണി കഴിഞ്ഞാൽ ഓരോ 6ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ആരായിരിക്കും, ഒരു ഇന്ത്യക്കാരനായിരിക്കും എന്നാണ്. അത്രയും നമ്മുടെ പോപ്പുലേഷനിൽ ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ ഇങ്ങനെ പോപ്പുലേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ മെയിൻ റീസൺസ് ആണ് നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജീസ്. നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്തു, അതേപോലെ തന്നെ ടെക്നോളജീസും ഒക്കെ എന്ത് ചെയ്തു, ഇംപ്രൂവ് ചെയ്തു. അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ടെക്നോളജീസും അതേപോലെ തന്നെ ഹെൽത്ത് ഫെസിലിറ്റീസും ഒക്കെ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് എന്താ ഉണ്ടാവുക, ഇപ്പൊ ഒരുപാട് ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മരണനിരക്ക് എന്ത് ചെയ്തു, കുറഞ്ഞു. ഇനി ഒരുപാട് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. ഓരോന്നിനും ഓരോ പ്രോബ്ലംസിനും നമുക്ക് എങ്ങനെയൊക്കെ ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ മാക്സിമം ക്യൂർ ചെയ്യാനുള്ള എല്ലാ വഴിയും നമ്മൾ നോക്കുന്നുണ്ട്. മാക്സിമം ജീവൻ നിലനിർത്താനുള്ള എല്ലാ വഴിയും അല്ലെ, അതൊക്കെ ചെയ്യാനുള്ള എല്ലാ ടെക്നോളജീസും ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ടെക്നോളജീസും അതേപോലെ തന്നെ ഹെൽത്ത് ഫെസിലിറ്റീസും ഒക്കെ ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മരണനിരക്ക് കുറഞ്ഞു. ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്. ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതേപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഒരു സമയത്ത് നമ്മളുടെ നാട്ടില് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും അതേപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും കൂടുതലായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ, ഒന്ന് കുറെ പണ്ടൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കല്യാണം കഴിച്ചു വിട്ടു. അങ്ങനെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് പ്രായപൂർത്തിയായി ഫസ്റ്റ് ഇയറിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, കല്യാണം കഴിച്ചു വിടാം. അപ്പൊ ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നത് ചിലപ്പോൾ 15ാമത്തെ വയസ്സിലായിരിക്കും, അല്ലെങ്കിൽ 16ാമത്തെ വയസ്സിലായിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒന്നും പ്രോപ്പറായിട്ട് എന്താവണമെന്നില്ല, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഒരു ചൈൽഡിനെ ബിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ബോഡിയിലേക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്താ പറയുക, അതിൽ നടക്കാതെ വരുമ്പോഴാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടും ഒക്കെ ആയിട്ട് ഈ ഒരു മദറിന്റെ ബോഡി ഹെൽത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് ചൈൽഡിന്റെ ബർത്ത് റേറ്റും എന്ത് ചെയ്യാം, കുറയും. അതിനെയാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്.
സോ ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്. പക്ഷെ ഇന്ന് ഈ പറയുന്ന മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും അതേപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും കുറവാണ്. കാരണം എന്താണ്? അത് നമ്മൾ നേരത്തെ ഇതിന് മുകളിൽ പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ്. അതുകൂടാതെ വേറെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ്. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ അവരൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്തുണ്ടാവുകയാണ്? കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ്. സോ അപ്പോഴും എന്തുണ്ടാവും? പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. ഒന്ന്, ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജീസ്. രണ്ട്, ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്. ഡെത്ത് റേറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അതിപ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആയിക്കോട്ടെ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആയിക്കോട്ടെ, ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് റേറ്റ് കുറഞ്ഞു. ഡെത്ത് റേറ്റ് കുറയാനുള്ള റീസൺ എന്താണ്? ഒന്ന്, ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യും. രണ്ട്, ഇപ്പൊ നമുക്ക് എന്ത് അസുഖം ആയിക്കോട്ടെ അതിനൊക്കെ മാക്സിമം എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനൊക്കെ ഇപ്പൊ ലൈഫ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതൊക്കെ ഇവിടെ നമ്മൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെത്ത് റേറ്റും എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ഡെത്ത് റേറ്റ് കുറഞ്ഞു, പിന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു, ബർത്ത് റേറ്റ് അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ ബർത്ത് റേറ്റ് എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പോപ്പുലേഷനും എന്ത് ചെയ്തു? എക്സ്പ്ലോഡ് ചെയ്തു. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ബർത്ത് കൺട്രോൾ ആണ്. ജനന നിരക്ക് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഒരാൾക്ക് 5ഉം 10ഉം കുട്ടികൾ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ഒരാൾക്ക് 2 കുട്ടികൾ, മാക്സിമം പോയാൽ 2 കുട്ടികൾ, ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബർത്ത് കൺട്രോൾ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിനെ കൺട്രോൾ ചെയ്യും. അതിനുള്ള മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ അടുത്തത് പറയുന്നത്.